വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സാറ്റർഡേ ആണ്. ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ പരിപാടിയുണ്ട്. വേറെ ആരതുമല്ല, എൻ്റെ മദർ ഇൻ ലോൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. അവരുടെ മക്കൾ അറേഞ്ച് ചെയ്തൊരു പാർട്ടിയാണ്. സോ നമ്മളും വല്യമ്മേനെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഫങ്ഷൻ നടക്കുന്നത് കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ചിട്ടാണ്. സോ നമ്മളിപ്പം രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരൂർ വിട്ട് മെല്ലെ കോഴിക്കോട് ഒരു 11:30 ആകുമ്പോഴേക്കും എത്തുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം വഴിയിൽ നിറയെ ബ്ലോക്കായിരുന്നു, ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഈ ഹൈവേൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അതിവിദഗ്ധമായ ബ്ലോക്കിൻ്റെ ഇടയിലൂടെ വെട്ടിച്ച് നമ്മൾ കടവിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ഗസ്റ്റ്. വേറെ ആരും വന്ന് തുടങ്ങിയിട്ടില്ല. സോ നമ്മളിപ്പോൾ ബർത്ത്ഡേ ഗേളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൊറ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവും സൂസിയും കൂടെ റിസോർട്ട് മൊത്തത്തിലൊന്ന് സ്ട്രോളിങ്ങിനൊന്ന് ഇറങ്ങിയിരുന്നു. ഫുൾ അവിടെ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. അവൾക്ക് ഫിഷിനൊക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നതാണ്. പിന്നെ സൂസീൻ്റെ മെയിൻ ശത്രുവായ അച്ചുവിൻ്റെ കൂടെ ഇരുന്ന് അടി ഉണ്ടാക്കലായിരുന്നു നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. അവനും ചൊറിയും, തിരിച്ച് ഇവള് മാന്തും. അതായിരുന്നു ഫുൾ ടൈം. ആൻഡ് നമ്മളെ ലേഡീസ് അപ്പുറത്തിരുന്ന് സൊറ പറച്ചിൽ. അങ്ങനെ നമ്മൾ ഫങ്ഷൻ നടത്തുന്ന ഹാളിലോട്ട് പോയി. കാരണം ഓൾറെഡി ഞങ്ങൾ താഴേന്ന് ലോബിയിൽ നിന്ന് മൂപ്പത്തി കാറിലോട്ട് വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേളിലോട്ട് ഓടുകയാണ് ചെയ്തത്. ആൻഡ് ഇപ്പതാ നമ്മളെ ബർത്ത്ഡേകൾ ഇപ്പോൾ വരും. കണ്ടില്ലേ, ബർത്ത്ഡേ ഗേൾ ഫുൾ സർപ്രൈസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ആൻഡ് ബർത്ത്ഡേ ഗേളിൻ്റെ ഫുൾ റിയാക്ഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇടാം കേട്ടോ. അച്ഛൻ കൊടുത്തോ? നിങ്ങൾ അധികം കൊടുത്തു. അയ്യക്ക് മോത്താക്കി മരുവന്റെ വക വരും.
അവിടെ തന്നെ അതാ നോക്കിക്കോളൂ. അങ്ങനെ അധികം വൈകാണ്ട് തന്നെ നമ്മൾ മെയിൻ പരിപാടിയായ ഫുഡിങ്ങിലോട്ട് കടന്നു. കുറേ നല്ല ഒരു വൈഡായിട്ടുള്ളൊരു സ്പ്രെഡായിരുന്നു. കുറച്ച് നോർത്ത് ഇന്ത്യനും പിന്നെ ഫുള്ള് നമ്മളെ നാട്ടിലത്തെ ഫുഡും അങ്ങനത്തെ ഒരു മിക്സ്ഡായിരുന്നു. പിന്നെ ഹെൽത്തി ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ മെയിൻ കോഴ്സായിരുന്നു. അതായത് ചിക്കനും ബീഫും പിന്നെ കുറേ വെജ് ഐറ്റംസും ഉണ്ട്. പിന്നെ ദാൽ ഫ്രൈ ഒക്കെ ഉണ്ട്. ക്യാബേജ് തോരനുണ്ട്, അവിയലുണ്ടായിരുന്നു. പിന്നെ ഇത് ക്യാബേജ് തോരനാണ്. പിന്നെ ചിക്കൻ്റെ ഒരു വിഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഫ്രൈ പോലെ ഉണ്ടായിരുന്നു. ഇത് ബീഫിൻ്റെ എന്തോ റോസ്റ്റായിരുന്നു. ഇതാണ് ഇത് ഫിഷിൻ്റെ കറിയായിരുന്നു. എന്തൊരു ഫിഷ് കറി, ഫിഷ് മാംഗോ കറിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇത് ചിക്കനും പിന്നെ ഇത് ഉപ്പിലിട്ടതിൻ്റെ വേറൊരു ഇത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഈ സ്പ്രൗട്ടഡ് ബീൻസും സാലഡിൻ്റെ ഒരു കുറേ സ്പ്രെഡ്. പിന്നെ കേർഡ് റൈസ്, സാലഡിൽ പല പല ടൈപ്പ് സാലഡ്സും ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട് പിന്നെ പറയണ്ട. പിന്നെ നമ്മൾ അച്ചാറ്, ചമ്മന്തി, അതും അതായത് നമ്മളെ സൈഡ് ഡിഷസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡെസേർട്ടിൻ്റെ സ്പ്രെഡ്. ചോക്ലേറ്റ് കേക്ക്, പിന്നെ പൈനാപ്പിൾ ടാർട്ട്, പിന്നെ ഇളനീർ പുഡിങ്, അലി, പിന്നെ കുറേ ഫ്രൂട്ട്സ്, പായസം ഉണ്ടായിരുന്നു. പിന്നെ വേറെ റോഷ്ഗുള, ബ്ലൂബെറി ചീസ് കേക്ക്. അപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ, ആകെ 3 ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഈ പൈനാപ്പിൾ ടാർട്ട് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല യമ്മിയായിരുന്നു. എനിക്ക് മാത്രമേ പക്ഷെ അത് ഇഷ്ടമായിട്ടുള്ളൂ. എനിക്ക് പൊതുവേ പൈനാപ്പിളിൻ്റെ ചോയ ഇഷ്ടമായതുകൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചോക്ലേറ്റ് കേക്ക്, ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് കേക്ക് അത്രയ്ക്ക് വലിയ ഫ്ലേവർ ഉണ്ടാവില്ല ചോക്ലേറ്റിൻ്റെ അതിൻ്റെ ഗനാഷൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ചോക്ലേറ്റ് കേക്ക് നല്ല കേക്കായിരുന്നു, ഭയങ്കര ചോക്ലേറ്റി ഫ്ലേവറുള്ള അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഞാൻ എടുത്തത് മറ്റേ ബ്ലൂബെറി ചീസ് കേക്ക്. അതും ഞാൻ പറയേണ്ട ഒരു സംഭവമാണ്. കാരണം നോർമലി ഞാൻ ചീസ് കേക്ക് കഴിച്ചിടത്തൊക്കെ ആ ചീസിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പുളിപ്പ് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു ചീസ് കേക്ക് ഭയങ്കര നോർമലായിരുന്നു. അതായത് പുളിയുമില്ല, എന്നാൽ ചീസിൻ്റെ ആ ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ വായിൽ കിട്ടുന്നുമുണ്ട്. ഇതാണ് ചോറ്, പൈനാപ്പിൾ പുളിശ്ശേരി, ഫിഷ് മാംഗോ കറി, കപ്പ, നല്ല മത്തി മുളകിട്ടത്. സൂപ്പർ. ഞാൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയ ആളാണ് വിഷ്ണു. പക്ഷെ ഇപ്പോഴും മെയിൻ കോഴ്സ് എത്തിയിട്ടുള്ളൂ. ഞാനിവിടെ ഡെസേർട്ടും കഴിച്ച് കഴിയാനായി. വിഷ്ണു നല്ല ആസ്വദിച്ച് എല്ലാതും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിഷ്ടപ്പെട്ടത് ഇതാണ് അത്ര. ആ പുളിശ്ശേരിയും പിന്നെ ആ മീൻകറിയും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല ഒരു ഡീസൻറ്റ് ചോക്ലേറ്റ് കേക്കായിരുന്നു. നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു കേക്ക്. വരാൻ പറ്റാത്ത ദൂരെയുള്ള ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയൊരു വിഷ് വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ വല്യമ്മേനെ കാണിച്ചു കൊടുക്കുന്നതാണിത്. ഇപ്പോൾ മുപ്പത്തിൻ്റെ റിയാക്ഷനാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ റിയാക്ഷൻ? അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളാണ് ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു.
ബിക്കോസ് നമുക്ക് പോയിട്ട് കുറേ പരിപാടികളുണ്ട്. എനിക്കല്ല, വിഷ്ണുവിന്. നമുക്കിനി വല്യമ്മേൻ്റെ സർപ്രൈസ് റിയാക്ഷൻ ഒന്ന് കണ്ടാലോ? സോ ഗൈസ്, വല്യമ്മ സർപ്രൈസ്ഡായി, ലാസ്റ്റ് ഇമോഷണലായി. പക്ഷെ മൂപ്പത്തി നല്ല ഹാപ്പി ആയിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വാംത്തുള്ള ഒരു നമുക്ക് തന്നെ ഫീൽ ചെയ്യും വല്യമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ. സോ നിങ്ങളുടെ പാരൻസിന് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും സർപ്രൈസ് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. Bye.